നീ എന്താന്നും പറയാത്ത? റാണി, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്ത് പറയാനാ ജോർജുട്ടി? ഞാൻ പറയുന്നത് വലുതും ജോർജുട്ടി കേൾക്കാറുണ്ടോ? എല്ലാം ജോർജുട്ടിയുടെ ഇഷ്ടമനുസരിച്ചല്ലേ ചെയ്യുന്നത്. ജോർജുട്ടി ഒത്തിരി മാറിപ്പോയി. അതെന്നാ നീ അങ്ങനെ പറയുന്നത്? പിന്നല്ലാതെ അച്ഛൻ തന്ന സ്ഥലം വിറ്റത് പോട്ടെ, ജോർജുട്ടി അധ്വാനിച്ചുണ്ടാക്കിയെന്ന് വീമ്പിളക്കുന്ന ഈ 5 ഏക്കറിന്ന് 2 ഏക്കറും കൂടി വിറ്റില്ലേ? വിൽക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് കേട്ടില്ല. എന്നിട്ട് നീ ഞാൻ എന്തെങ്കിലും പറയാത്തതിന്റെ കുഴപ്പം. എന്നിട്ടാ പൈസ ഞാൻ കളഞ്ഞോ? നല്ല കണ്ണായ സ്ഥലം വാങ്ങിയ ഒരു തിയേറ്റർ പണിതില്ലേ? തിയേറ്ററിന്റെ കാര്യമൊന്നും പറയണ്ട. അതിന്റെ പുറത്ത് കുറെ ലോൺ എടുത്ത് വെച്ചിട്ടില്ലേ? എന്റെ അപ്പൻ ലോൺ എടുത്തതിന്റെ ഞങ്ങൾ കുറെ അനുഭവിച്ചതാ. നിന്റെ അപ്പനല്ല ഞാൻ. നമ്മുടെ തിയേറ്ററിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ലോൺ അടച്ച് നല്ലൊരു തുക നീക്കി ഇരിപ്പുണ്ട്. അതുപോലെ എന്നിട്ടാ പൈസ എവിടെ? എനിക്കറിയാം ആ പൈസ എവിടെ പോയിന്ന്. സിനിമയ്ക്ക് കഥ എഴുതാൻ കൊണ്ടുപോയി കൊടുത്തു അല്ലേ? എന്നിട്ട് എവിടെ കഥ? വർഷം 3 ആയല്ലോ. പക്ഷെ എനിക്ക് അതിൽ സന്തോഷേ ഉള്ളൂ. ആ കഥ ഉണ്ടാവാത്തതില് നിങ്ങളുടെ സിനിമ പിടുത്തം മുടങ്ങി കിട്ടുമല്ലോ. ജോർജുട്ടി, നമുക്ക് 2 പെൺകുട്ടികളാ, അത് മറക്കരുത്. എന്തേ ഒന്നും പറയാനില്ലേ? സാധാരണ കുറെ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ അടിച്ചിരുത്താറുള്ളതാണല്ലോ. ഞാനൊന്നും പറയുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ആത്മവിശ്വാസത്തെ നീ അഹംഭാവമായിട്ടാ കാണുന്നത്. ജോർജുട്ടി, ഏത് കാര്യത്തിലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ പോലും എനിക്ക് വ്യക്തമായ ഒരു മറുപടി ജോർജുട്ടി തരാറുണ്ട്. പക്ഷെ സിനിമയുടെ കാര്യത്തിൽ അതില്ല. എന്ന് ജോർജുട്ടി സിനിമ പിടിക്കാൻ തീരുമാനിച്ചോ അന്ന് മുതൽ എന്റെയും പിള്ളേരുടെയും സമാധാനം പോയി കിട്ടി. ജോർജുട്ടിയുടെ കള്ളുകുടി വരെ സിനിമ പിടിക്കാൻ ഇറങ്ങിയപ്പോ തുടങ്ങിയതല്ലേ? അതിന് ഞാൻ ദിവസം കള്ളു കുടിക്കുന്നില്ലല്ലോ. സിനിമാ ചർച്ചകൾക്ക് പോകുമ്പോ അത് വേറൊരു മൂടാ. എല്ലാ സിനിമാക്കാരും കഥകൾ ഉണ്ടാക്കുന്നത് കള്ളു കുടിച്ചിട്ടാണോ? അയ്യോ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇതുവരെ പോയ കാശങ്ങ് പോട്ടെ. നമുക്ക് ഈ സിനിമാ പരിപാടി വേണ്ട ജോർജുട്ടി. നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ വലിയ കാശൊന്നും പോയിട്ടില്ല. എന്റെ മനസ്സിലൊരു കഥയുടെ ആശയമുണ്ടായി. ഒരു തിരക്കഥാകൃത്തുമായിരുന്ന് നല്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പക്ഷെ തൃപ്തിയില്ലാത്ത ചില ഭാഗങ്ങളുണ്ട്, അതൊന്ന് മാറ്റി ചിന്തിക്കുക. എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യാനായി പ്രാന്ത പിടിച്ച് നടക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ഇപ്പൊ അതിന്റെ നിർമ്മാണ സാധ്യതകളെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഒത്തു വന്നാൽ മാത്രമേ ഞാനത് ചെയ്യൂ. ആട്ടെ, ഇതുവരെ കഥ എഴുതാൻ എത്ര ചെലവായി? ഇതുവരെ ഒഴിവാകാൻ നോക്കണ്ട. ഞാനൊന്ന് കൂട്ടി നോക്കട്ടെ. ഒരു 15-16 ലക്ഷം രൂപ. എന്റെ കർത്താവേ, 16 ലക്ഷം രൂപയോ? എനിക്കൊരു